ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഴയൊരു സിനിമയാണെങ്കിൽ കൂടെ ഇത് മികച്ച രീതിയിൽ അവർ എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സറൗണ്ട് എഫക്റ്റെല്ലാം ഇങ്ങനത്തെ ഒരു സിനിമ നമ്മൾ വീണ്ടും കാണുന്നതും സറൗണ്ട് എഫക്റ്റിലൂടെ കാണുന്നതൊക്കെ വളരെ മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. അപ്പം അന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ലായിരുന്നു. അത് നമ്മൾ ഫാമിലിയോട്ടൊക്കെ നമ്മൾ അച്ഛൻ കൊണ്ട് കാണിക്കുന്നതാണ്. അപ്പം അന്ന് ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീടാണ് കാണാൻ സാധിച്ചത്. ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണുന്നത് വളരെ മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താരങ്ങൾ, നമ്മുടെ എല്ലാ സൂപ്പർ താരങ്ങളിലേക്ക് ഒരു യങ്ങർ വെർഷൻ, യങ്ങർ എന്ന് പറയുന്നത് അതെ 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 ഇന്നസെന്റ്, കെ പി സി ലളിത, പപ്പു കുതിരോട്ടം പപ്പു ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ഇന്നസെന്റ്, പിന്നെ നെടുമുടി വേണു, തിലകൻ. അദ്ദേഹം കുറച്ച് പോർഷനിൽ അദ്ദേഹം വരുന്നുള്ളെങ്കിലും അത് പൊളിച്ചെടുക്കുന്ന ഒരു സീനാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സുധീഷിന്റെ ഒരു കിണ്ടി ഡയലോഗൊക്കെ നമ്മൾ ഒത്രത്തോളം, കാരണം അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഈ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഏതൊരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എല്ലാവരും കിണ്ടി എന്ന് വിളിച്ചു. പുള്ളി തന്നെ സ്റ്റേജിൽ പോയിട്ട് പോഡിയത്തിൽ നിന്നിട്ട് പറഞ്ഞ് എല്ലാവർക്കും ഈ കോളേജിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കിണ്ടിയുടെ നമസ്കാരം എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ അടുത്ത കാലത്തും അദ്ദേഹം ഫ്ലവേഴ്സ് ടി വിയിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു കിണ്ടി സംഭവം അത് പറയുകയുണ്ടായി. എല്ലാവരും പോസിറ്റീവ് രീതിയിലാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. പിന്നെ കന്നഡ താരങ്ങളായ 2 പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഒരു എന്താ പറയുക അന്നേരത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വളരെ ക്യുർക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് കോമഡിയും പിന്നെ ഒരു വല്ലാത്ത രീതിയിൽ, പിന്നെ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ ആദ്യം കാണുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു നിഗൂഢതകൾ എന്തൊക്കെയായിരിക്കും ഒരു സിനിമയ്ക്ക്, എന്തൊക്കെയായിരിക്കും ഇതിന്റെ പിന്നിൽ, ശരിക്കും ഒരു പ്രേതശക്തിയാണോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ എന്തെങ്കിലും ആണോ? അതെ, പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക ഡുവൽ പേഴ്സണാലിറ്റി ഇതൊന്നും നമ്മൾ അന്നത്തെ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ഉൾക്കൊള്ളാനാണ് ഞാൻ എൻ്റെ പ്രായം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അന്ന് നമുക്ക് ഇതൊന്നും കറക്റ്റായിട്ടൊന്നും മനസ്സിലായി. പിന്നീട് നമ്മൾ പോകെ ഓക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പിന്നീട് പല ചിത്രങ്ങളിലും ഇത് ഈ ഡുവൽ പേഴ്സണാലിറ്റി അതൊക്കെ ഇന്ത്യൻ സിനിമകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അന്യൻ അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ സിനിമ മറ്റു പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഇതിൻ്റെ ഒരു വികലമായ ഒരു അതെ പക്ഷേ ഈ ഒരു സിനിമയുടെ വികലമായ ഒരു കോപ്പിയായിരുന്നു അനുകരണമായിരുന്നു മറ്റ് ഭാഷകളിൽ അവർ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നതിൽ ഒരു സിനിമ പ്രേമിയാണെങ്കിൽ കൂടെ അങ്ങനെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ കരുതുന്നു. ആത്യന്തികമായിട്ട് ഞാൻ മലയാള സിനിമകളെല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. മറ്റ് അന്യഭാഷകളിലും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റീമേക്ക് എന്ത് കഴിഞ്ഞാൽ ഒരു മലയാള സിനിമയുടെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചെങ്കിലും ഒരു നിയറായിട്ട് വന്നിട്ടുള്ളത് ഹിന്ദി വേർഷൻ മാത്രമാണ്. ബാക്കിയെല്ലാം ഒരു എന്താ പറയാ ഒരു വികലമായ ഒരു റീമേക്ക് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളും വരട്ടെ, പഴയ സിനിമകളും വരട്ടെ, തീർച്ചയായിട്ടും പഴയ സിനിമകൾ വരട്ടെ. പക്ഷേ ഇതുപോലെ നല്ലൊരു ക്വാളിറ്റി അവർക്ക് ഒരു തരാൻ ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും വരട്ടെ. അത് വീണ്ടും നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ കാണാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാൻസ് അല്ല കാണാൻ വരുന്നത്, ഇതെല്ലാം എല്ലാ പ്രേക്ഷകരും ഉണ്ട്. അപ്പൊ എല്ലാവരും വന്നിട്ട് അവരുടെ ഒരു കൂടുതൽ പേർക്ക് ഇതൊരു നൊസ്റ്റാൾജി ഒന്ന് റീവിസിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്, ഈ ഒരു സിനിമ നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിനിമ പഴയ സിനിമയല്ലല്ലോ, എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയല്ല, ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ നമുക്ക് വീണ്ടും ഒന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു കുട്ടിക്കാലത്ത് ഒരു 80s കിട്ടുന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഒരു കുട്ടിക്കാലത്തോടുള്ള ഒരു റീവിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് പൊടിതട്ടിയെടുക്കുക, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റിലീസ് കഴിഞ്ഞാൽ അന്നും തീർച്ചയായിട്ടും കാണാൻ താല്പര്യം ഉണ്ടാകും. അതെ ഒത്തിരി തവണ കണ്ടു. പാട്ടുകളാണ് എപ്പോഴും അല്ലേ ഇതിലെ മറ്റേ പ്രത്യേകിച്ച് മറ്റേ വരുവാനിലാരുമി അതിന്റെ ഒരു വരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും മനസ്സിനെ വല്ലാത്തൊരു കണക്ട് ചെയ്യുന്നൊരു ടച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വരികളാണ് അതിന്റെ. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതും. പിന്നെ ഒരു മുറ വന്ന് പാർട്ടിയെ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ റിക്വസ്റ്റ് ചെയ്തൊരു പാട്ടുകളിലൊന്നാണ് ഒരു മുറ വന്ന് പാർട്ടായിട്ട്. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയിരിക്കുന്ന ഒരു മികച്ച ഒരു ഒന്നാമത് ഇതിന്റെ സറൗണ്ട് എഫക്റ്റ് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. പിന്നെ ഈ പാട്ടുകൾ വീണ്ടും കാണുമ്പോഴത്തേക്കും വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.